രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമ്മുടെ കഴിവുകൾ, ശാരീരികമായ കഴിവുകൾ, മാനസികമായ കഴിവുകൾ, ബൗദ്ധികമായ കഴിവുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ നവഗ്രഹങ്ങളാൽ സമ്പൂർണമായും നിയന്ത്രിക്കപ്പെടുന്നു. എന്തു വേണം? ഈ നവഗ്രഹങ്ങൾക്ക് ഭംഗിയായി മഹനീയമായി പ്രവർത്തിക്കുവാനുള്ളതായ അവസരം ഒരുക്കി കൊടുക്കണം. അതിന് നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ സാത്വികമായി നിലനിർത്തണം. എങ്കിൽ മാത്രമേ അവയ്ക്ക് അതിൻ്റെ മുഴുവൻ പ്രഭാവത്തോടു കൂടിയിട്ട് അനുഗ്രഹീതമായിട്ട് പ്രവർത്തിക്കാനാകൂ. രാജസ താമസ ഗുണങ്ങളെ ഏറ്റിവെച്ചാലോ അവയുടെ പ്രവർത്തനത്തിന് മന്ദീഭാവം ഉണ്ടാകും. നമ്മുടെ ഈ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പള്ളിവാസലിലെ വൈദ്യുതി തടസ്സമില്ലാതെ കൃത്യമായ അളവിൽ ഇവിടെ വരുന്നതുകൊണ്ടാണ്. അതിന് തടസ്സം വന്നാൽ വൈദ്യുതി പോയി, പിന്നെ വെളിച്ചമില്ല, പിന്നെ നമ്മുടെ ഈ ഒരു യന്ത്രങ്ങളും, വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രങ്ങളും പ്രവർത്തിക്കില്ല. ഫാൻ പ്രവർത്തിക്കില്ല, ഫ്രിഡ്ജ് പ്രവർത്തിക്കില്ല. അപ്പോൾ തടസ്സം കൂടാതെ ആ പ്രാണപ്രവാഹം, ആ വൈദ്യുതി പ്രവാഹം ഇവിടെ കിട്ടണം. മൂലാധാരത്തിൽ നിന്നിട്ട്, അവിടെ ഇരിക്കുന്ന സൂര്യനിൽ നിന്നിട്ട് സർവത്ര ഈ വ്യവസ്ഥയിൽ കൂടി സർവത്ര വ്യാപിക്കുന്ന ആ പ്രാണപ്രവാഹത്തിന് പൂർണ്ണമായ ശേഷിയോടുകൂടി പ്രവഹിക്കാനും പ്രവർത്തിക്കാനും അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. അതിന് ഏതൊക്കെ പ്രകാരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കുന്നു, ആ പ്രകാരത്തിലുള്ള കുറവുകൾ വരും. അതിനാണ് രോഗങ്ങൾ എന്നൊക്കെ പറയുക. രോഗങ്ങൾ, കഴിവിൻ്റെ കുറവ് ഒക്കെ. നമ്മുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാകുന്നത് ഈ വ്യവസ്ഥ കൊണ്ടാണ്. പ്രവർത്തനക്ഷമമാകുന്നത് പ്രത്യേകം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവാത്മാവ്, അതിലാണ് എല്ലാ ശക്തി ചൈതന്യങ്ങളും ഇരിക്കുന്നത്. അതിന് ഈ ഉപകരണത്തിൽ കൂടി നല്ലവണ്ണം പ്രവർത്തിക്കണമെങ്കിൽ ഉപകരണം ഈ പറഞ്ഞ വ്യവസ്ഥയെ പരിപൂർണമായും പരിപാലിക്കുന്നതായിരിക്കണം. നല്ലൊരു ഡ്രൈവറുണ്ട്, പക്ഷേ കാറ് നേരെ പ്രവർത്തിക്കുന്നതല്ല, അതിന് ഇടയ്ക്കിടയ്ക്ക് തകരാറുകൾ വരും. എങ്കിൽ വണ്ടി നേരെ ഓടിക്കാൻ പറ്റുമോ? ഡ്രൈവർ മിടുക്കനാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡ്രൈവർ ഇരിപ്പുണ്ട്, ജീവാത്മാവ്. ആ ജീവാത്മാവിന് നേരെ അതിൻ്റെ ആ ശക്തിയെ പ്രസരിപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ ജഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉപകരണം, ഈ കാറ് നല്ല കണ്ടീഷനായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വിവിധങ്ങളായ സാധനാ പദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ സാധനാ പദ്ധതികളെല്ലാം ഉപദേശിച്ചത് പരമാത്മാവ് തന്നെ. അതിൽ അനേകം ശാഖകളുണ്ട്. ആ ശാഖകളെല്ലാം ആചാര്യന്മാർ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. പരമ്പരയാ നമുക്കതെല്ലാം സിദ്ധിക്കുന്നുമുണ്ട്. അവയെ നാം യഥായോഗ്യം സേവിച്ച് അവയെ നാം പ്രവർത്തിപ്പിച്ചാൽ നമ്മുടെ ശരീരം, മനോബുദ്ധികൾ ആരോഗ്യപൂർണമായിരിക്കും. ഈ നവഗ്രഹങ്ങൾ നന്നായി പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിലെ ഈ നവഗ്രഹങ്ങളുടെ ചലനത്തെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? യോഗിമാർക്ക് ഈ ഉള്ളിലെ ചലനം വെച്ച് തന്നെ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് വെളിയിലെ ഈ നവഗ്രഹങ്ങളെ കാണിച്ചു തന്നത്. ആ നവഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഇതിൻ്റെ ചലനം അതിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വെളിയിലുള്ള ഈ ഗ്രഹങ്ങളുടെ ചലനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഉള്ളിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഗ്രഹനില എഴുതി വച്ചിരിക്കുന്നത്, വരച്ച് വെക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ട്. നടുക്ക് ഓമാണ്, ആത്മാവാണ് നടുക്ക്. ആത്മാവിന് ചുറ്റുമാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്.
അതാണ് നമ്മുടെ ജീവാത്മാവിൻ്റെ ചുറ്റുമാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ആ ജീവാത്മാവെന്നത് പരമാത്മാവും തന്നെയാണ്. ജഗത്തിൻ്റെ ക്രമത്തിൽ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് ജീവാത്മാവായി നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതിന് ചുറ്റുമായിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ ഭ്രമണം. പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന പരമാത്മാവിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ ഭ്രമണം. രണ്ടിലെയും ഭ്രമണം ഒരേ പ്രകാരത്തിലാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ആ ഗ്രഹങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ നിശ്ചയിക്കാം. എന്നാൽ മഹായോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അവർ അതൊന്നും നോക്കാൻ നിൽക്കില്ല. കാരണം അവർക്ക് ഉള്ളിലെ ഗ്രഹങ്ങൾ, അതിൻ്റെ ചലനം അവർക്കറിയാം. അത് വച്ചിട്ട് അവർ പറയും. അപ്പോൾ നമ്മളുടെ അനേക ജന്മങ്ങളിലൂടെ നാം നേടിവച്ചിരിക്കുന്നതായ വാസനാ ബന്ധം സാത്വികമാണെങ്കിൽ നമ്മുടെ ഗ്രഹസ്ഥിതി ആ പ്രകാരത്തിലായിരിക്കും. ഇനി നമ്മൾ അങ്ങനെ സാത്വികമായ സ്വഭാവ ഗുണങ്ങളോടുകൂടിയ നമ്മൾ വീണ്ടും ഗുരുവിനെയും മഹാഗ്രന്ഥങ്ങളെയും ആശ്രയിച്ച്, രാമായണാദി ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചിട്ട് അത് പഠിച്ച് അത് ഉൾക്കൊണ്ട് അതേ പ്രകാരത്തിൽ നാം ശ്രദ്ധയോടുകൂടിയിട്ട് സാത്വികമായി ജീവിക്കുകയാണെങ്കിലോ നമ്മുടെ ഉള്ളിലെ സാത്വികത വർദ്ധിക്കും. വാസനകൾ ആ പ്രകാരത്തിൽ സാത്വികമായി തീരും. അതിനനുസരിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണൻ ഈ പറഞ്ഞ വ്യവസ്ഥയിലൂടെ, ഗ്രഹങ്ങളുടെ ആ നാഡികളുടെ വ്യവസ്ഥയിലൂടെ ശരീരം എല്ലായിടവും എത്തിച്ചേരും. ആരോഗ്യപൂർണമായി ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ നിൽക്കും. ഓരോരുത്തരുടെയും അനേക ജന്മവാസനകളനുസരിച്ചിട്ട് കഴിവുകൾ ഓരോ പ്രകാരത്തിലാണ്. ചിലർക്ക് ശാസ്ത്രത്തിൽ കഴിവ്, ചിലർക്ക് സംഗീതത്തിൽ കഴിവ്, ചിലർക്ക് നൃത്തത്തിൽ കഴിവ്, ചിലർക്ക് ശാരീരികമായ അധ്വാനത്തിൽ കഴിവ്, ചിലർക്ക് സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ കഴിവ്, ചിലർക്ക് ഭരണ നൈപുണ്യം. ഇങ്ങനെ പോകുന്നു. അത് അനേക ജന്മങ്ങളിലൂടെ നേടിവച്ചിരിക്കുന്ന വാസനയുടെ വിശേഷം കൊണ്ടാണ്. ആ കഴിവ് ഓരോരുത്തരിലും ഏതാണോ കൂടുതലായിട്ടുള്ളത് അതിനെ ഇത് വർദ്ധിപ്പിക്കും. ഈ അനുശീലനം, ഈ ഉച്ചത്തിൽ നിൽക്കുന്ന പഞ്ചഗ്രഹങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായ കഴിവുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടേവരും. ആ ഗ്രഹങ്ങളുടെ പ്രവർത്തനത്തിന് യോജിക്കുന്ന രീതിയിലുള്ളതായ സംവിധാനം നാം ഒരുക്കുകയാണെങ്കിൽ, ശരീരമനോബുദ്ധികളെ സാത്വികമാക്കുകയാണെങ്കിൽ, എത്ര ശതമാനം സാത്വികമാക്കി അത്ര ശതമാനം വർധനവ് നമ്മുടെ എല്ലാ ശേഷികളിലും വന്നു ചേരും. അങ്ങനെ കൂടുതൽ കൂടുതൽ കഴിവുറ്റവരായിത്തീരും. വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് ലോകത്തിന് നന്മ ചെയ്തിട്ടുള്ളവരെല്ലാം ഈ പ്രകാരത്തിൽ കഠിന തപസ് ചെയ്ത് ഈ കഴിവുകളെ വർദ്ധിപ്പിക്കുന്ന, സാത്വിക സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്ന പ്രയത്നം, ജീവിതക്രമം എന്ന് പറയുന്നത് കഠിനമായ തപസ്സാണ്. അങ്ങനെയുള്ളതായ തപോനിഷ്ഠ കൊണ്ട് ഈ നാഡീവ്യൂഹത്തെ മുഴുവൻ ഈ പ്രകാരത്തിൽ ഈശ്വര ചൈതന്യ പ്രസരണത്തിന് യോഗ്യമാക്കി തീർത്ത് തൻ്റെ കഴിവിനെ പരിപൂർണമായും പ്രകാശിപ്പിക്കുവാനുള്ള സൗകര്യമൊരുക്കിയവരാണ്. അങ്ങനെയുള്ളവർ അതത് രംഗങ്ങളിൽ വലിയ 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 മികവുള്ളവരായിത്തീരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രനെ നാം ഹൃദയത്തിൽ അവതരിപ്പിക്കണം. അതിന് സാത്വിക ഗുണത്തെ നാം നമ്മുടെ എല്ലാ മണ്ഡലത്തിലും ശരീര മനോബുദ്ധികളിലെല്ലാം വളർത്തിയെടുക്കണം ഈ അനുഷ്ഠാനങ്ങളിലൂടെ. അങ്ങനെ വളർത്തിയെടുത്താൽ രാമൻ നമ്മുടെ ഉള്ളിൽ അവതരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹങ്ങളുടെ സ്വാധീനം ഏത് പ്രകാരത്തിലായിരിക്കും എന്ന് ചോദിച്ചാൽ, അനുകൂലമായി ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ആ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയായിരിക്കും. അതാണ് നമ്മുടെ ഉള്ളിൽ രാമൻ അവതരിക്കുന്നു. ത്രേതായുഗത്തിൽ രാമൻ അവതരിച്ചു. ദശരഥനും കൗസല്യയും മുജ്ജന്മത്തിൽ ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് മകനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. കശ്യപ പ്രജാപതിയും അതിഥിയുമായിരുന്നു അവർ. അങ്ങേപോലൊരു മകനുണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടു. ഭഗവാനെ പോലൊരു മകൻ ഭഗവാൻ തന്നെയാണ്.
അതുകൊണ്ട് അദ്ദേഹം തന്നെ പുത്രനായി വന്നു. അതാണ് തപസ്സിൻ്റെ ഫലമായിട്ടാണ് രാമൻ അവതരിക്കാനുള്ള മാനസികാവസ്ഥയെ, അന്തരംഗ വ്യവസ്ഥയെ അവർ ഉണ്ടാക്കിയെടുത്തു. തപസ് കൊണ്ട്, എങ്ങനെ? സാത്വികമായ ജീവിതം കൊണ്ട്. സാത്വിക ജീവിതമാണ് തപസ്. അങ്ങനെ അവർ നേടിയെടുത്തു. അപ്പോഴേക്കും അടുത്ത ജന്മത്തിലും അവർക്ക് അതേ അനുഗ്രഹം കിട്ടി. അതേ തപസ് തുടരുകയാണ്. അതേ അനുഗ്രഹം കിട്ടി. രാമൻ വന്ന് അവതരിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം തപോമയമാക്കണം. അപ്പോൾ രാമൻ നമ്മുടെ ഉള്ളിൽ അവതരിക്കും. രാമൻ ഉള്ളിൽ അവതരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രാമായണമായിത്തീരും. പട്ടാഭിഷിക്തനായ അയോധ്യയിൽ വാഴുന്ന ശ്രീരാമചന്ദ്രൻ്റെ മഹനീയമായ ചരിത്രമായിത്തീരും നമ്മുടെ ജീവിതം. ഈ ലോകത്തിൻ്റെ സാഹചര്യം എന്തു തന്നെയായാലും അതിനെ നന്മയിലേക്ക് വളരെയേറെ പരിവർത്തിപ്പിക്കാൻ നമുക്കാകും എന്ന് മാത്രമല്ല, ലോക സാഹചര്യങ്ങൾ എത്ര വിപരീതമായാലും അത് നമ്മെ ഒരു പ്രകാരത്തിലും പ്രതിബന്ധിക്കില്ല. നാം അധ്യാത്മമായ മാർഗത്തിലൂടെ പുരോഗമിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രാമൻ എന്നും അവതരിക്കുന്നു, എന്നും സംഭവിക്കുന്നതാണ് രാമാവതാരം. ആരിലും സംഭവിക്കുന്നതാണ് രാമാവതാരം. ആ അവസരത്തിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ, സൂക്ഷ്മ ശരീര സാഹചര്യങ്ങൾ, പ്രപഞ്ച സാഹചര്യങ്ങൾ എല്ലാം ഈ പറയുന്ന പ്രകാരത്തിലായിരിക്കും. ആ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ തപസ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ട് നാം തയ്യാറെടുക്കാൻ ഒരുമ്പെടണം. ആ പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നേ. കർക്കിടക മാസം പഞ്ഞമാസമാണ്. പണ്ട് തികച്ചും പഞ്ഞമാസമായിരുന്നു. ഇന്ന് കുറേ കഷ്ടപ്പാടുകൾ കർക്കിടകത്തിലുണ്ട്. പല പ്രകാരത്തിൽ കഷ്ടപ്പാടുകൾ മിഥുനം കർക്കിടക മാസത്തിലുണ്ട്. അതിനെയെല്ലാം ദൂരീകരിക്കാൻ പ്രാണന്റെ ശക്തിയെ വർദ്ധിപ്പിക്കണം. അതിന് ഉള്ളിൽ രാമനെ അവതരിപ്പിക്കണം. രാമൻ ഉള്ളിൽ അവതരിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യം. അതാണ് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, കൗസല്യയുടെ മകനായി തീർന്നു. നമ്മുടെ ഹൃദയമാകുന്ന അയോധ്യയിൽ അച്യുതൻ അവതരിച്ചു. ത്രേതായുഗത്തിൽ അവിടെ ദശരഥൻ്റെ നാട്ടിൽ അയോധ്യയിൽ ദശരഥപത്നിയായിരിക്കുന്ന കൗസല്യയുടെ പുത്രനായി അച്യുതൻ അവതരിച്ചു. അച്യുതൻ പതനമില്ലാത്തവൻ, ച്യുതിയില്ലാത്തവൻ. നേരത്തെ പറഞ്ഞു, എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ അച്യുതൻ അവതരിക്കുന്നത് പിന്നെ നമുക്കൊരിക്കലും പതനം ഉണ്ടാവില്ല. ഒരു രംഗത്തും ഒരു കാര്യത്തിലും ച്യുതി ഉണ്ടാവില്ല. അങ്ങനെ നാം അച്യുതനായിത്തീരും, നാം രാമനായിത്തീരും. തത് ത്വമസി, അത് നീയാകുന്നു. നിന്റെ ഉള്ളിൽ വിളങ്ങുന്ന ആ പരമാത്മാവുണ്ടല്ലോ, അത് തന്നെയാണ് നീ. നിന്റെ ഉള്ളിലിരിക്കുന്ന ആ രാമൻ, നിന്റെ ഉള്ളിൽ അവതരിച്ചിരിക്കുന്ന രാമൻ, അത് തന്നെയാണ് നീ. ഇതാണ് ഉപനിഷത്ത് വിളിച്ചു പറയുന്നേ. അങ്ങനെ നാം എപ്പോഴാണോ രാമനായിത്തീരുന്നത്, ഹൃദയത്തിൽ നാം രാമനെ സാക്ഷാത്കരിക്കുന്നത്, രാമാവതാരം, ജീവിതം രാമായണമയം, ആനന്ദമയം. പിന്നെ പതനം ഉണ്ടാവില്ല. അപ്പോൾ നക്ഷത്രം പുനർവസു, പുണർദമാണ് നക്ഷത്രം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സ്വാധിഷ്ഠാന ചക്രമാണ് ചന്ദ്രൻ്റെ സ്ഥാനം. അത് അവിടെ ഇങ്ങനെ വൃത്താകൃതിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. 27 ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം ചന്ദ്രൻ പൂർത്തിയാക്കുന്നത്. 27 ദിവസവും ഏതാനും മിനിറ്റുകൾ, അത്രയും കൊണ്ടാണ് ഭ്രമണം പൂർത്തിയാക്കുന്നത് ചന്ദ്രൻ. ഈ ഭ്രമണപഥത്തെ, 360 ഡിഗ്രിയുള്ള ഭ്രമണപഥത്തെ 27 നമ്മുടെ ആചാര്യന്മാർ ഭാഗിച്ചു വച്ചിട്ടുണ്ട്. ആ ഭ്രമണപഥത്തിൻ്റെ ഒരു ഭാഗം, അതാണ് നക്ഷത്രം എന്ന് പറയുന്നത്. നക്ഷത്രം വേറെ എങ്ങുമല്ല, നമ്മുടെ ഉള്ളിലാണ്. നക്ഷത്രം പുറത്തുകൊണ്ട് ഈ കാണായ ചന്ദ്രൻ, വെളിയിലെ ചന്ദ്രൻ, നാം ഇരിക്കുന്ന ഈ ഭൂമിക്ക് ചുറ്റും, ഈ ഭൂമിയാണ് നമ്മുടെ സ്ഥാനം, അതിന് ചുറ്റും കറങ്ങുന്ന ആ ഭ്രമണപഥം, നമ്മുടെ ഉള്ളിലെ ഭ്രമണപഥം തന്നെ വലുതായിട്ട് ഈ ജഗത്തിനും കാണുന്നു. ഈ ജഗത്തിൻ്റെ തനിപ്പകർപ്പാണ് നമ്മൾ. നമ്മുടെ വലിയ ഒരു പകർപ്പാണ് ലോകം. അതുകൊണ്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ അവിടെയുണ്ട്, എന്തൊക്കെ അവിടെയുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്.
എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു, നമ്മുടെ ഉള്ളിൽ നടക്കുന്നു, അതൊക്കെ അവിടെയും നടക്കുന്നു. എന്തൊക്കെ അവിടെ നടക്കുന്നു അത് ഇവിടെയും നടക്കുന്നു. പരസ്പരം അത്ര കണ്ട് സുസംഘടിതമാണ് നാം ഓരോരുത്തരും ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചവുമായിട്ട് എന്ന് അറിയണം. അങ്ങനെ ചന്ദ്രൻ 27 ദിവസവും ഏതാനും മിനിറ്റുകളും കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിൽ സ്വാധിഷ്ഠാന ചക്രത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതിനെ 27 ഖണ്ഡിക്കുമ്പോൾ 13.33 അങ്ങനെയുള്ള ഒരു ആർക്ക് അഥവാ ഒരു ചാപം കിട്ടും. അങ്ങനെയുള്ള 27 കഷണങ്ങൾ. അതിലെ ഓരോ കഷണത്തിനുമാണ് ഓരോ നക്ഷത്രം എന്ന് പറയുക. ഇതാണ് നക്ഷത്രം. താരാനാഥൻ എന്ന് ചന്ദ്രനെ പറയാനുള്ള കാരണം അതാണ്. താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ നാഥൻ. ചന്ദ്രൻ്റെ സ്ഥാനം ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാശത്തിൽ നമ്മൾ കുറേ സർവേ കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഏതാ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നോക്കി ചന്ദ്രൻ്റെ സ്ഥാനം നിർണയിക്കും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനെല്ലാം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര എന്നൊക്കെ പേരിട്ടു. ഓരോ ചാപത്തിനും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ 27 ഒരു അംശം, അതാണല്ലോ അവിടെ നമ്മൾ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ചാപം. ആ ഓരോ ചാപത്തിനും അഥവാ ഓരോ ആർക്കിനും ഓരോ പേര്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, അങ്ങനെ പോകും.